ഷിരൂരിൽ ദൗത്യം തുടരുകയാണ്. അർജുനായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ തുടരുകയാണ്. കെ.വി. ബൈജു അവിടെ തുടരുന്നുണ്ട്. നേരത്തെ അർജുന്റെ കുടുംബാംഗങ്ങളടക്കം അവിടെ എത്തിയിരുന്നു. ഈശ്വർ മൽപ്പയുടെ സാന്നിധ്യവും അവിടെയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ബൈജു, എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? രഞ്ജിത്തെ, അർജുനും ലോറിക്കുമായുള്ള തെരച്ചിൽ ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ കാര്യമായ ഒന്നും ലഭിച്ചിട്ടില്ല. ഇന്നലെ അരമണിക്കൂർ തെരച്ചിൽ നടത്തുന്നതിനിടയിൽ കിട്ടിയ കയറും അതുപോലെ തന്നെ ലോറിയുടെ ഒരു ലോഹഭാഗങ്ങളും ഒഴിച്ചാൽ ഇന്ന് കാര്യമായ തെരച്ചിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തത്സമയം ആ ദൃശ്യങ്ങൾ കാണാം. ആ ഡ്രഡ്ജറിൽ നിന്നും ഇത്തരത്തിൽ JCB ഉപയോഗിച്ച് അടിയിൽ നിന്നുള്ള മണ്ണ് എടുത്ത് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ബോട്ട്, അതായത് വെസൽ ബോട്ട്, ആ വെസൽ ബോട്ടിലേക്ക് ആ മണ്ണ് മാറ്റുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും വൈകിട്ട് 6 മണിവരെ ഈ തിരച്ചിൽ ഇത്തരത്തിൽ നീണ്ടു നിൽക്കും. ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുന്റെ സഹോദരി അഞ്ജു ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പ്രധാനമായും ഈ അർജുൻ അവസാനമായി ചെലവഴിച്ച ആ സ്ഥലം കാണുക എന്നതുകൊണ്ട് നേരത്തെ തന്നെ അവർ അത്തരത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും ഇത് അവസാനഘട്ട തെരച്ചിലാണ്. അതുകൊണ്ട് തന്നെ അവസാനമായി ആ സ്ഥലത്തെത്തുക എന്നുള്ള ഒരു ആവശ്യം അദ്ദേഹം പരിഗണിച്ചാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തായാലും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ തെരച്ചിൽ തുടരുന്നത്. 3 ദിവസത്തെ തെരച്ചിലാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഉള്ളതെങ്കിലും അത് ഏതെങ്കിലും തരത്തിൽ ഇത് നീണ്ടുപോയേക്കാം. ഒരു 10 ദിവസം വരെ അവസാനമായി തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ലോറിക്കരികിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തുകയായിരിക്കും പ്രധാനമായും ലക്ഷ്യം. ആ രീതിയിലുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ താഴെ നിന്നും ഉള്ള മണ്ണ് എടുത്ത് തൊട്ട് അടുത്ത് വെസൽ ബോട്ടിലേക്ക് അത് മാറ്റുന്ന ആ നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ ആ ഒരു തെരച്ചിൽ സമീപത്തായി തന്നെ നടക്കുന്നുണ്ട്. 2 തെരച്ചിൽ, അതായത് ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കിക്കൊണ്ടുള്ള തെരച്ചിൽ, അതിനൊപ്പം തന്നെ ഈശ്വർ മൽപ്പ ഈ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് എത്തി ഏതെങ്കിലും തരത്തിൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തുന്നുണ്ടോ എന്നൊരു പരിശോധന. എന്തായാലും വളരെ വേഗം തന്നെ അർജുന്റെ ലോറിക്കരികിലേക്ക് എത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ഡ്രഡ്ജർ കമ്പനി അധികൃതരും ഒപ്പം ജില്ലാ ഭരണകൂടവും പങ്കുവെക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. ഈ ലോറി കൃത്യമായി സോണാർ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ ലോറിക്ക് മുകളിലായി വലിയ തോതിൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡ്രഡ്ജർ കൊണ്ടുവന്നുള്ള ഒരു തെരച്ചിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഏറ്റവും അവസാനമായി അത്തരത്തിലുള്ള തയ്യാറെടുപ്പുമായി മുന്നോട്ട് വന്നത്. 1 കോടിയോളം രൂപ ചിലവഴിച്ചാണ് ഈ ഡ്രഡ്ജർ ഇത്തരത്തിലുള്ള ഒരു തെരച്ചിലിന് എത്തിച്ചതെന്നും ഏറ്റവും ശ്രദ്ധേയമാണ്. ഏതായാലും 2 മാസം കഴിഞ്ഞിരിക്കുന്നു അർജുൻ കാണാമറയത്തായിട്ട്. അത് മാത്രമല്ല, കന്നഡികരായ 2 പേർ കൂടിയുണ്ട്, ലോകേഷും ജഗന്നാഥും. അവരെയും കണ്ടെത്തിയിട്ടുണ്ട്. ബൈജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. നമുക്ക് ആ വാർത്തയിലേക്ക് പോകണം.